ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അയക്കോറ ഫ്രൈ ചെയ്യുന്നത് ആവോലി മസാല പുരട്ടി വെക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ചുവന്നുള്ളി 25 എണ്ണം, വെളുത്തുള്ളി 15 അല്ലി, പച്ചമുളക് 10 എണ്ണം, ഇഞ്ചി ഒരു വലിയ കഷ്ണം, പെരുംജീരകം 1 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, വിനാഗിരി കുറച്ച്. ഇവയെല്ലാം ചേർത്ത് കുഴച്ചെടുത്ത മിക്സിയിൽ അടിച്ചെടുത്ത നമ്മുടെ മസാലയാണ് നിങ്ങളാ കണ്ടത്. ഇങ്ങനെ ചെയ്തെടുത്ത നമ്മുടെ മസാല കുറച്ചു കാലം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കഴിയും. അതിനായിട്ട് ഇത്രയും അധികം നമുക്ക് എപ്പോഴും ഉണ്ടാക്കാം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ആവോലി, അയക്കോറ എന്നിവ മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് അയക്കൂറ വലിയ കഷ്ണങ്ങൾ ആണെങ്കിൽ അത് വരഞ്ഞ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കെല്ലാം മസാല നന്നായി പുരട്ടിക്കൊടുത്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ നമ്മുടെ അയക്കോറ കായം പുരട്ടി വെച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പീസുകളും ഇതിലേക്കിട്ട് നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡും ഇതിലേക്ക് ഇങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം. വളരെ രുചികരമായ ഒരു അയക്കോറ ഫ്രൈ ആണിത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കനം കുറച്ച് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇങ്ങനെ ഇതിലിട്ട് വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയുമാണ്. നമ്മുടെ അയക്കൂറ ഓരോ സൈഡും മുരിഞ്ഞ് വരുമ്പോഴും ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ അയക്കൂറ കഷ്ണങ്ങളും നമുക്ക് മൊരിച്ചെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ രുചികരമായ ഒരു അയക്കൂറ ഫ്രൈ ആണിത്. നമ്മുടെ ആവോലി നമുക്ക് പിന്നീട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ അയക്കൂറയും നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ അയക്കൂറ ഫ്രൈ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ഓക്കേ, ബൈ ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.